നാവിന്റെ തൊലിക്ക് മുകളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടല്ലോ. നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹ് പടച്ച റബ്ബേ, അതേപോലെ തന്നെ അല്ലാഹ് നമുക്ക് തന്ന അനുഗ്രഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കള് എന്ന് പറയുന്നത്. ആ മക്കളെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അവരുടെ പഠനം, അവരുടെ ജീവിതം, അവരുടെ ആരോഗ്യം, അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണല്ലോ. എന്നിട്ട് അവർക്ക് പഠനം കഴിഞ്ഞ് നല്ല ജോലി നമ്മൾ മേടിച്ചു കൊടുക്കുകയാണ്. അവരുടെ പഠനത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അല്ലാഹുവേ, സമയമാകുമ്പോ അവർക്ക് വിവാഹ പ്രായം എത്തുമ്പോ നല്ലൊരു വരനെ പിടിച്ചിട്ട്, നല്ലൊരു വധുവിനെ പിടിച്ചിട്ട് അവർക്ക് കെട്ടിച്ചു വിടുമല്ലോ, അല്ലെങ്കിൽ കെട്ടിച്ചു കൊണ്ടുവരുമല്ലോ. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവർക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോ അല്ലാഹ് തന്ന അനുഗ്രഹമാണല്ലോ നമ്മുടെ മക്കള്. ആ അനുഗ്രഹത്തെ അല്ലാഹ് പടച്ച റബ്ബേ പൊന്നു പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കാറുണ്ടല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ തന്റെ പ്രിയപ്പെട്ട മകൻ വിവാഹം ചെയ്തിട്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെയും അവരുടെ മാതാപിതാക്കൾ വളർത്തിയത് അങ്ങനെയാണ്. അവരുടെ സ്നേഹം, അവരുടെ ലാളന, അവരുടെ എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തിട്ട് നല്ല രീതിയിൽ അല്ലാഹ് നമുക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങളാണെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഉമ്മ ഓരോ ബാപ്പമാരും തന്റെ പ്രിയപ്പെട്ട മക്കളെ വളർത്തിയത്. നിന്റെ വീട്ടിലേക്ക് കയറി വന്ന പെണ്ണിനെയും അങ്ങനെ തന്നെയാണല്ലോ. എന്നാലോ അല്ലാഹുവേ, മാസങ്ങൾ കഴിഞ്ഞാൽ, ദിവസങ്ങൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് അല്ലാഹുവേ തന്റെ വീട്ടിൽ നിൽക്കുന്ന പെണ്ണുണ്ടല്ലോ, എത്രയോ സഹോദരിമാര് സങ്കടം പറയാറുണ്ട്, എത്രയോ ഉമ്മമാര് സങ്കടം പറയാറുണ്ട്. ഉസ്താദേ, കെട്ടിച്ചു വിട്ടിട്ട് 1-2 മാസമേ ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ, ഭർത്താവിന്റെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. എന്തേ കാരണമെന്ന് ചോദിച്ചാ ഒരുപാട് ഉമ്മമാര് പറയാറുണ്ട്, ഉസ്താദേ അവനിക്കൊന്നും പ്രശ്നമില്ല, അവനിക്കൊന്നും പ്രശ്നമില്ല, പക്ഷേ ഭർത്താവിന്റെ ഉമ്മയുണ്ടല്ലോ, അല്ലാഹുവേ മരുമകളെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് ഉസ്താദ്. നിൽക്കാൻ പ്രയാസമാണ്. ഒരുപാട് വേദനകൾ എന്റെ പൊന്നുമോള് സഹിച്ചിട്ടുണ്ട്. ഈ പൊന്നുമോള് പറയുമല്ലോ, ഉസ്താദേ ഭർത്താവിന്റെ വീട്ടിൽ വല്ലാത്ത പീഡനമാ ഉസ്താദേ, അവിടെ നിന്ന് പോരാൻ കഴിയുന്നില്ല, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറയാറുണ്ട്. അവിടെ ഭർത്താവ് പ്രശ്നമല്ല, പിന്നെ ആരാ പ്രശ്നമെന്നറിയോ? മിക്ക കുടുംബ പ്രശ്നങ്ങളിലും കാരണക്കാര് ഭർത്താവിന്റെ ഉമ്മയാണല്ലോ. അല്ലാഹ് പടച്ച റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എനിക്കും മക്കളുണ്ടെന്ന് സ്വന്തമെന്ന് വിചാരിച്ചു നോക്ക്. അവർക്കാണ് ഇതുപോലെ പ്രയാസങ്ങൾ വന്നതെങ്കിലോ, വേദനകൾ വന്നതെങ്കിലോ, നിന്റെ ഹൃദയം എത്രത്തോളം വേദനിച്ചു പോകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നിന്റെ പൊന്നുമോനെ നിന്റെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ നോട്ടം കൊണ്ട് പോലും നീ വേദനിപ്പിക്കാൻ പാടില്ല. നിന്റെ മക്കൾക്ക് നീ എത്രത്തോളം സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ടോ, നിന്റെ മക്കൾക്ക് നീ എത്രത്തോളം ആരോഗ്യവും അവരുടെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ നീ ഇടപെടുന്നുണ്ടോ, അതുപോലെ ഇന്നലെ നിന്റെ വീട്ടിലേക്ക് കയറി വന്ന പെണ്ണിന് നീ കൊടുക്കണേ. അവരെ വേദനിപ്പിക്കല്ലേ, പ്രയാസപ്പെടുത്തല്ലേ. റബ്ബേ, ചരിത്രത്തിൽ കാണാമല്ലോ, ഒരു മഹാനായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോ റബ്ബേ ഒരാള് കടന്നു വന്നിട്ട് പറയുന്നു, തങ്ങളെ, എന്റെ ഉമ്മാക്ക് തീരെ സുഖമില്ലല്ലോ, എന്റെ ഉമ്മാക്ക് തീരെ സുഖമില്ലല്ലോ, നിങ്ങളൊന്ന് കടന്നു വരുമോ, നിങ്ങളൊന്ന് കടന്നു വരുമോ? അല്ലാഹുവേ പടച്ച റബ്ബേ, അവിടുന്ന് ആ വീട്ടിലേക്ക് കടന്നു ചെന്ന ഈ മഹാനായ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവേ അവിടേക്ക് കടന്നു ചെല്ലുമ്പോ രോഗിയായി കിടക്കുന്ന ഉമ്മയുണ്ട്. റബ്ബേ അവിടുന്ന് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ അസുഖമെന്ന് പറയുമ്പോൾ അല്ലാഹ് അവിടുന്ന് പറയുന്നു, ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഒരുപാട് വൈദ്യന്മാരെ
കാണിച്ചു, ആരും തന്നെ രോഗം കണ്ടുപിടിച്ചിട്ടില്ല. ജീവിതത്തിൽ വല്ലാത്ത പ്രയാസമാണ്, എണീക്കാൻ കഴിയുന്നില്ല. റബ്ബേ, ഇതങ്ങ് ചോദിക്കുമ്പോ, ഇതങ്ങ് പറയുമ്പോ ഈ മഹാനായ മനുഷ്യൻ ശരീരം നോക്കിയിട്ട് പറയുകയാണ്, ഈ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്, ആരൊക്കെയാണ് താമസിക്കുന്നത്? റബ്ബേ, ഇതങ്ങ് ചോദിക്കുമ്പോ ആ ഉമ്മ പറയുകയാണ്, ഞാനുണ്ട്, എന്റെ ഭർത്താവുണ്ട്, തന്റെ പ്രിയപ്പെട്ട മകനുണ്ട്, പിന്നെ മരുമകളുണ്ട്, പിന്നെ മരുമകളുണ്ട്, മകന്റെ ഭാര്യയുണ്ട്. റബ്ബേ, ഇതങ്ങ് പറയുമ്പോ ഈ തങ്ങൾ ചോദിക്കുകയാണ്, മഹാനായ മനുഷ്യൻ അവിടുന്ന് പറയുകയാ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഒന്നും കൂടെ ഒന്ന് പറയുമോ, ഒന്നും കൂടെ ഒന്ന് പറയുമോ? റബ്ബേ, ഇതങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. വീണ്ടും അതേപോലെ തന്നെ പറയുകയാണ്, വീണ്ടും അതുപോലെ തന്നെ പറയുകയാണ്. എന്നിട്ടോ മരുമകളുടെ വിഷയം അവിടേക്ക് കടന്നു വരുമ്പോൾ, മരുമകളെ കുറിച്ച് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം പോലെയാണ് സംസാരിക്കുന്നത്. ഒരു താല്പര്യമില്ലാത്ത പോലെ പറയുമ്പോ അവിടെ നിന്നും മഹാനായ തങ്ങള് പറയുകയാ, നിങ്ങളുടെ മരുമകളെ ഒന്ന് വിളിക്കുമോ, നിങ്ങളുടെ മരുമകളെ ഒന്ന് വിളിക്കുമോ? റബ്ബേ, അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഈ വീട്ടിൽ പൊന്നുമോളെ നിനക്ക് സുഖമാണോ, നിന്റെ വിശേഷങ്ങൾ എന്തെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്നും പറയുന്നു, തങ്ങളെ, ഈ വീട്ടിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അല്ലാഹുവേ, ഉമ്മത് പറഞ്ഞ് ആ ഭർത്താവിന് പോലും എനിക്ക് സ്നേഹമില്ലാതെയാക്കിയിട്ടുണ്ട്. അല്ലാഹ്, ഈ ദുനിയാവില് ഈ വീട്ടിൽ എനിക്ക് വല്ലാത്ത പ്രയാസമാണ്, ഇവിടെ എനിക്ക് വല്ലാത്ത പ്രയാസമാണ്. ഇതങ്ങ് പറയുമ്പോ ഈ മഹാനായ മനുഷ്യന് ചോദിക്കുകയാ, എന്തേ നിങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണം? എന്തേ നിങ്ങളുടെ പൊന്നുമോനും പൊന്നുമരുമകളും നല്ല രീതിയിൽ ജീവിക്കുന്നത് എന്തുകൊണ്ടാ നിങ്ങൾക്ക് തടസ്സമാകുന്നത്? നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടോ? ഇതങ്ങ് ചോദിക്കുമ്പോ അല്ലാഹുവേ, അവിടെ നിന്ന് പറയുകയാ, അവർക്ക് ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുമോന് എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ. വിവാഹം കഴിച്ചപ്പോ റബ്ബേ, അവരങ്ങനെ സുഖത്തിൽ ജീവിക്കാൻ തുടങ്ങി. എനിക്കൊരു സ്നേഹം കുറഞ്ഞതുപോലെ തോന്നി. അല്ലാഹ് കൊണ്ടാ അല്ലാഹുവേ, തന്റെ പൊന്നുമകനും പൊന്നുമരുമകളും അവിടെ നിന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടുമ്പോ അവിടെ നിന്ന് സഹിക്കാൻ കഴിയാത്ത എത്രയോ ഉമ്മമാരുണ്ടല്ലോ, എത്രയോ ബാപ്പമാരുണ്ടല്ലോ. വേണ്ട ഉമ്മ, അവിടെ നിന്ന് മഹാനായ തങ്ങള് പറയുകയാ, നിന്റെ മരുമകളോട് നിങ്ങൾ പൊരുത്തം ചോദിക്കാതെ, അവിടെ പ്രയാസപ്പെടുത്തൽ നിർത്താതെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അല്ലാഹ് സൗഖ്യം തരൂലല്ലോ, നിങ്ങൾക്ക് അല്ലാഹ് സൗഖ്യം തരുകയില്ല. അവസാനം ആ പ്രിയപ്പെട്ട മരുമകളോട് പൊരുത്തം ചോദിച്ചിട്ടാവുമ്മ ആ ഉമ്മാന്റെ അസുഖം മാറിയത്, ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ അസുഖം മാറിയതെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് വേണ്ട, തന്റെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളുണ്ടല്ലോ, റബ്ബേ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്റെ ഭർത്താവ്, എന്റെ മക്കള്, എന്റെ ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും അല്ലാഹുവേ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകളുമായി കടന്നു വരുമ്പോ, ഒരു കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ കാതലുമായി കടന്നു വരുമ്പോ അല്ലാഹുവേ, ഉമ്മമാരെ തെറി പറഞ്ഞിട്ട് എന്റെ മരുമക്കളെ അടിച്ചിട്ട്, മരുമക്കളെ ചീത്ത പറഞ്ഞിട്ട് ആ സന്തോഷവും സമാധാനവും തല്ലിക്കെടുത്തല്ലേ, അവിടുന്ന് പ്രയാസം കൊടുക്കല്ലേ, പരാജയം കൊടുക്കല്ലേ. നിന്റെ ജീവിതത്തില് പരാജയമല്ലാതെ നിനക്ക് വിജയം കണ്ടെത്താൻ കഴിയില്ലല്ലോ. അല്ലാഹുവേ, കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടല്ലോ, റബ്ബേ, ഒരു പ്രിയപ്പെട്ട പെണ്ണ് അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മാക്കും തന്നെ വേണ്ട, സ്വന്തം മരുമകളെ വേണ്ട. അല്ലാഹുവേ, അതുകൊണ്ട് ആ മരുമകളെ
വല്ലാതെ പീഡിപ്പിക്കുകയാണല്ലോ, വീട്ടിൽ പോലും കയറ്റുന്നില്ല, അടിക്കുകയാണ്, തൊഴിക്കുകയാണല്ലോ. അതിന്റെ നീതിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവേ അവിടുന്ന് സംസാരിക്കുന്ന രംഗങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ, നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ഈ അവസ്ഥയൊന്നും ഒരാൾക്കും വരുത്തല്ല ഉമ്മ. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹ് പരാജയം തരുമല്ലോ. ഒരുപാട് ആഗ്രഹങ്ങളുമായി നിന്റെ വീട്ടിന്റെ പടിയിലേക്ക് കയറി വന്ന പെണ്ണ്, ആ പെണ്ണിനെ പരാജയപ്പെടുത്തിയ, സമാധാനം കെടുത്തി കളഞ്ഞ നിന്റെ ജീവിതത്തിൽ അല്ലാഹ് വിജയം തരില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ, നമുക്കറിയുമല്ലോ. അല്ലാഹുവേ, നീ ഞങ്ങളെ കെട്ടിച്ചു വിട്ട ഒരുപാട് മക്കളുണ്ട് റബ്ബേ, അവർക്കൊക്കെ ഭർത്താവിന്റെ വീട്ടിൽ നീ സൗഖ്യം കൊടുക്കണേ അല്ലാ. അവരെയൊന്നും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന പെണ്ണ്, നമ്മുടെ മരുമകളായിട്ട് കയറി വരുന്ന പെണ്ണ്, സ്വന്തം മകളെ പോലെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. മനസ്സിലായോ? സ്വന്തം മകളെ എങ്ങനെയാണോ നമ്മൾ സ്നേഹിക്കുക അതുപോലെ സ്നേഹിക്കണം. തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവ് അല്ലെ, സ്വന്തം മകനെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും അതുപോലെ സ്നേഹിക്കാൻ നീ പഠിക്കണം. അല്ലാഹ് നമുക്ക് തൗഫീക്ക് തരട്ടെ, അല്ലാഹ് നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നത്. ആ പ്രതീക്ഷ നമ്മൾ തള്ളിക്കെടുത്തരുത്, ആ പ്രതീക്ഷയെ നമ്മൾ തള്ളിക്കെടുത്തരുത്. അല്ലാഹ് നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ.